ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിയായ വയോധികന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യും. മാർച്ച് 20 മരിച്ച യേശുദാസിന്റെ മൃതദേഹമാണ് പുറത്തെടുക്കാൻ കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കല്ലറ തുറന്ന് നാളെ ഈ മൃതദേഹം പുറത്തെടുക്കും, പരിശോധന നടത്തും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. ഏത് സാഹചര്യത്തിലാണ് ഇതിനെക്കുറിച്ച് ദുരൂഹമായ കാര്യങ്ങൾ കോടതിയിലെത്തിയത്? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മാസം, അതായത് മാർച്ച് 20-നാണ് ഈ ആലപ്പുഴ ചെങ്ങന്നൂർ സ്വദേശിയായ യേശുദാസ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിലേക്ക് പോകും വഴി തന്നെ മരണം സംഭവിച്ചു എന്നുള്ളതായിരുന്നു അന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഗബ്രിയേൽ പറഞ്ഞിരുന്നത്. ഗബ്രിയേലിനൊരു സഹായി കൂടി അന്ന് ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പിന്നീട് 24-ാം തീയതി മാർച്ച് 24-ന് ഈ യേശുദാസിന്റെ ശവസംസ്കാര ചടങ്ങുകൾ നടത്തുകയും ചെയ്തു. മരുമകൾ വിദേശത്തായതിനാൽ നാട്ടിലേക്ക് എത്താനുള്ള 3 ദിവസം കാത്തിരുന്നാണ് നടത്തിയത്. പക്ഷേ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ പരിശോധിച്ചപ്പോൾ യേശുദാസിന്റെ പേരിലുണ്ടായിരുന്ന പല സ്വത്തുക്കളും പണവുമൊക്കെ അത് ഈ സഹോദരൻ ഗബ്രിയേലിന്റെ പേരിലേക്ക് മാറ്റിയതായി കണ്ടെത്തി. ഇതോടെയാണ് ഒരു ദുരൂഹത മരുമകൾ ഈ സംഭവത്തിൽ ഉന്നയിക്കുന്നത്. പിന്നീട് പോലീസിൽ പരാതി നൽകി കോടതിയെയും ബന്ധപ്പെട്ടു. പിന്നീട് നടത്തിയ പരിശോധനയിൽ രേഖകളടക്കം എത്തിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ സ്വത്തുക്കൾ വകമാറ്റിയതായി കണ്ടെത്തിയത്. ഈ യേശുദാസിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്നും അതിന് പിന്നിൽ സഹോദരൻ ഗബ്രിയേലും സഹായിയുമാണ് എന്നുള്ളതാണ് നിലവിൽ മരുമകളുടെ പരാതി. വിദേശത്തായിരുന്ന മരുമകൾ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. RDO കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് നാളെ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് കടക്കുന്നത്. അന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നില്ല എന്ന പരാതി കൂടി കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ഈ കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തും. താങ്ക് യു അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.